സ്വർണ്ണപ്പാളി വിവാദത്തിൽ സഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും സംഭവം CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ശരണം വിളികളുമായി സ്പീക്കറുടെ കാഴ്ച മറച്ച് നടത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയെന്ന ആത്മവിശ്വാസക്കുറവ് ഉള്ളതിനാൽ ആണെന്നും സർക്കാർ പരിഹാസം. തുടക്കം മുതൽ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സഭയിൽ വിമർശനമുയർത്തി പ്രതിപക്ഷം. ചോദ്യോത്തരവേളയിൽ നക്ഷത്ര ചിഹ്നമിട്ട 4 പ്രധാന ചോദ്യങ്ങൾ സർക്കാരിനോട്. മറുപടി തൃപ്തികരമാകാത്തതോടെ പ്രതിഷേധം നടുത്തളത്തിൽ. സ്പീക്കറുടെ കാഴ്ച മറച്ച് അമ്പലവിഴുങ്ങികൾ എന്നെഴുതിയ ബാനർ പ്രദർശിപ്പിച്ച് ശരണം വിളിച്ചുള്ള പ്രതിഷേധം. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 151 ശ്രീ പ്രമോദ് നാരായൺ. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാതെ തുടക്കത്തിൽ തന്നെ സഭ സ്തംഭിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ബഹളമായതോടെ ചോദ്യോത്തരവേള റദ്ദു ചെയ്തു. 10 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോഴും പ്രതിഷേധം. നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്? അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽക്. കഴിഞ്ഞ 19-നാണ് ഇതിനു മുൻപ് സഭയിൽ സ്വർണ്ണപ്പാളി വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നായിരുന്നു സർക്കാരിന്റെ ചോദ്യം. ചർച്ചയ്ക്ക് എടുത്തേക്കുമെന്ന ഭയം കൊണ്ടാണെന്നും പ്രതിരോധം. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യ വിളികൾക്കിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ചോദ്യങ്ങൾക്ക് ന്യായീകരണമല്ലാതെ കൃത്യമായ മറുപടി സർക്കാർ പറയുന്നില്ല. ഉത്തരം കണ്ടെത്തേണ്ട ചുമതല കോടതിയുടെ മുന്നിൽ വെച്ച് കൈയൊഴിയുന്ന കാഴ്ചയാണ് ഇന്നും കണ്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.